ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് തീർത്ഥാടനം എന്താണ് എന്നുള്ളതാണ്. പാപമകറ്റി ഈശ്വരാനുഗ്രഹം നേടുന്നതിൻ്റെ പ്രതീകമായാണ് തീർത്ഥാടനം നടത്തപ്പെടുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ യഥാവിധി തീർത്ഥാടനം ചെയ്യുന്നവർക്ക് മനസ്സിന് പരിശുദ്ധിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കുന്നുവെന്ന് ആധുനിക മതവും സമ്മതിക്കുന്നു. 3 വിധത്തിലുള്ള തീർത്ഥങ്ങളെയാണ് പൗരാണികർ ഘോഷിക്കുന്നത്. അവ മാനസം, ജംഗമം, സ്ഥാവരം എന്നിവയാണ്. തീർത്ഥാടനം അനുഷ്ഠിക്കുന്നവർ ഈ 3 വിധ തീർത്ഥങ്ങളാലും യഥാവിധി ശുദ്ധി വരുത്തേണ്ടതാണ്. സത്യം, ക്ഷമ, ഇന്ദ്രിയ നിയന്ത്രണം, കരുണ, സൽസംസാരം, ജ്ഞാനം, തപസ് ഇവ 7 മാനസ തീർത്ഥങ്ങൾ. വിവേകമുള്ള സജ്ജനങ്ങളെയാകട്ടെ ജംഗമ തീർത്ഥങ്ങളെന്ന് വിളിക്കുന്നു. പുണ്യനദികൾ, പുണ്യ തടാകങ്ങൾ, പവിത്ര വൃക്ഷങ്ങൾ, പുണ്യ പർവ്വതങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, സമുദ്രം ഇവ സ്ഥാവര തീർത്ഥങ്ങളാണ്. വിധി പോലെ വ്രതം നോക്കി കഴിയുന്ന രീതിയിൽ ദാനം നൽകി മാതാപിതാക്കളെ വന്ദിച്ച് വേണം തീർത്ഥയാത്ര പുറപ്പെടേണ്ടത്. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും സാധുക്കൾക്ക് ദാനം നൽകണം. ഉള്ളിൽ ഞാൻ എന്ന വികാരം നശിച്ച് പ്രകൃതിയോടടുക്കുമ്പോൾ പൂർണ്ണ പരിശുദ്ധനായി ഒരു വ്യക്തി മാറുന്നു. ഇത് യഥാവിധിയോടെ തീർത്ഥാടനം അനുഷ്ഠിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്നു എന്നാണ് കണക്കുകൂട്ടൽ. താങ്ക് യു.